ഹലോ എല്ലാവരും, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാനിട്ട പൂക്കളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുളിച്ച് റെഡിയായി. ഇത് എൻ്റെ ചെറിയൊരു പൂക്കളാണ്. ഓണാഘോഷം അനുബന്ധിച്ച് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. ഇത് അവിടെ കണ്ട പൂക്കളാണ്. തലേ ദിവസം തന്നെ, അതായത് ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ എല്ലാവരും വന്ന് ഇട്ട് പോയതാണ്. ഞാനില്ല, ഇവിടുത്തെ അമ്പലത്തെ കമ്മിറ്റിയിലത്തെ ലേഡീസ് മെമ്പേഴ്സാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ റെഡി ആയത് അമ്പലത്തേക്ക്. പ്രത്യേകിച്ചൊന്നുമില്ല, പഴയൊരു സെറ്റ് സാരി എടുത്തു, പിന്നെ മുല്ലപ്പൂവും ചൂടി. ഓണക്കോടി ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല ഈ പ്രാവശ്യം മേടിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഓണത്തിന് പ്രസാദം അവിടെ പോയിട്ട് അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടിയിട്ടോ, മുത്തപ്പൻ്റെ അമ്പലമല്ലേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത് കിട്ടിയപ്പോൾ നല്ലൊരാശ്വാസമായിരുന്നു. പിന്നെന്താ അപ്പോൾ അമ്പലത്തിൽ തൊഴുതിറങ്ങുകയാണ്. തൊഴുതിറങ്ങുമ്പോഴാണ് നമ്മളെ ശങ്കരനെ കണ്ടത്. ശങ്കരൻ പാലൊക്കെ കുടിച്ചു. ഇത് പിന്നെ സദ്യയാണ്. സദ്യ ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല. ഈ പ്രാവശ്യം ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ ഉണ്ടാക്കാറാണ്. ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല, പുറത്തുനിന്ന് മേടിച്ചു. ഉണ്ടാക്കാൻ വയ്യാച്ചിട്ട് തന്നെയാണ് അടുക്കളയിൽ കിടന്ന് തന്നെ മെനക്കിടണം ഉച്ച വരെ. അതിന് വയ്യാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ എന്തായാലും വേറെ ആളെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് എപ്പോഴും കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ സേമിയ പായസം, ഇനി പാലട പ്രഥമനുമായിരുന്നു കേട്ടോ. അപ്പോൾ പായസമൊക്കെ എനിക്കിഷ്ടമായി, എല്ലാം നന്നായി. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം കഴിഞ്ഞു. ഇനി അടുത്ത ഓണം വരെ കാത്തിരിക്കണം, വീണ്ടും ഒരു സദ്യ ഉണ്ടായി. എന്തൊക്കെ വിചാരിക്കും, എന്നും സാമ്പാറും അവിയലും ഉണ്ടാവുകൊണ്ടേ. സദ്യക്ക് ഉണ്ടാക്കുന്നത് സാമ്പാർ അവിയൽ, ഏകദേശം സാമ്പാർ അവിയൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ശരി, എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഓണം. അങ്ങനെ ഈ വർഷത്തെ ഹാപ്പി ഓണം കഴിഞ്ഞു കേട്ടോ.